നമസ്തേ, പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നു വാരഫലത്തിൽ ധനുരാശിക്കാരെ പറ്റി. 1799 ഇടവം 23 to 31 വരെയുള്ള വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിനങ്ങൾ, അതായത് 2024 ജൂൺ 6 മുതൽ 14 വരെയുള്ള ഫലമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ധനുരാശിക്ക് ഇന്ന് രാശിയിൽ ആരുമില്ല. 3-ൽ ശനി, 4-ൽ രാഹു, 5-ൽ ചൊവ്വ, 6-ൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, വ്യാഴം, അഷ്ടമത്തിൽ മാന്തി, 10-ാം ഭാവത്തിൽ കേതു. ഇതാകുന്നു ഗ്രഹനില. ധനുരാശി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴിക വരുന്നു. 2.25 നക്ഷത്രമാണ് ധനുരാശി. ഇന്ന് രാശിയിൽ പ്രായണ ധനാധിപനായ ഗ്രഹം ശനി ബലവാനായി 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ലഗ്നാൽ എല്ലാ ഗ്രഹങ്ങളും ഒരു അധിയോഗവും അതിൻ്റെ അപ്പുറത്ത് അതീവ വസുമൽ യോഗം, നല്ല സമ്പത്ത് യോഗവും പ്രദാനം ചെയ്തുകൊണ്ട് 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് 9-ാം ഭാവാധിപൻ 6-ലാകുന്നു. ധർമ്മദൈവങ്ങളുടെ പ്രീതി നന്നായി ചെയ്യുക, ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അച്ഛനുമായി ബന്ധപ്പെട്ട് അച്ഛൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ പൂർവികമായ സ്വത്ത് വിഷയത്തിലുണ്ടാകുന്ന വാരമാകുന്നു. 4-ാം ഭാവാധിപനായ ഗ്രഹം 6-ൽ നിൽക്കുന്നു. അപ്പോൾ കുടുംബ സ്വത്ത്, അല്ലെങ്കിൽ അമ്മാമ്മന്മാർ, കാരണവന്മാർ, അതേ രീതിയിൽ അച്ഛൻ്റെ ഭാഗത്തിലെ ആളുകൾ, ഇവരൊക്കെയായി 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിയന്ത്രിക്കേണ്ട സമയമാണ് ഈ വാരം. ദയവ് ചെയ്ത് പ്രത്യേകിച്ച് ജൂൺ 15-ാം തീയതി വരെ. ഇവിടെ കർമ്മപതിയായ ഗ്രഹം ബുധൻ 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തൻ്റെ കർമ്മമേഖലയിൽ രേഖാപരമായ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. രേഖ നഷ്ടപ്പെട്ടു പോകുന്നു. ശത്രു നമ്മളുടെ രേഖ ഉപയോഗിച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സാധ്യതകൾ ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് ചില വാട്സപ്പ് മെസ്സേജുകളൊക്കെ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആരെയും പ്രവോക്ക് ചെയ്താൽ ശത്രു ഒരായുധമായി അത് ഉപയോഗിച്ച് നമുക്കെതിരെ പ്രയോഗിക്കുന്നതാണ്. വേണ്ടാത്ത ചിത്രങ്ങളും മെസ്സേജുകളുമൊക്കെ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നമുക്കൊരു സ്വയംകൃത അനർത്ഥമായിട്ട് വരുന്നതാണ്. പഠന സംബന്ധമായ വിഷയങ്ങളിൽ കുട്ടികൾക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാലയത്തിൽ പോകുന്ന കുട്ടികൾക്ക് ഈ വാരം 5-ലെ ചൊവ്വ നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നതാണ്. ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്ന വാരമാണ്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ വെള്ളിയാഴ്ച ശത്രുമുട്ട്, അല്ലെങ്കിൽ കർമ്മമുട്ട്, അല്ലെങ്കിൽ ആരോഗ്യമുട്ട്, ഇത് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. വീട്ടിലെ നാളികേരം കൊണ്ട് തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പ്രധാനമായും ശത്രുമുട്ടി ചെയ്യുക. അതേ രീതിയിൽ കർമ്മമുട്ടും ദേഹമുട്ടും ചെയ്താൽ വളരെ ഗുണകരമായി വരുന്ന വാരമാണ്. ഈ വാരത്തിൽ പ്രധാനപ്പെട്ട വഴിപാടുകൾ വിഷ്ണു ക്ഷേത്രം തന്നെയാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി, തുളസിമാല വ്യാഴാഴ്ച വഴിപാട് ചെയ്യുക. പിന്നീട് വളരെ അനുകൂലമായ ദിനങ്ങൾ ധനുരാശിക്കാർക്ക് 12-ാം തീയതി ബുധനാഴ്ച മകൻ നക്ഷത്രമാണ്. യാത്രക്കും പുതിയ അഗ്രിമെന്റ്, പുതിയ ഡീൽ, ഇതൊക്കെ ചിന്തിക്കാൻ ഏറ്റവും നല്ല ദിനമാകുന്നു 12-ാം തീയതി ബുധനാഴ്ച മകൻ നക്ഷത്രം. 7-ാം തീയതി മകേര്യൻ നക്ഷത്രവും പ്രായണം നല്ലതാണ്. ആ മകേര്യൻ നക്ഷത്രം വെളുത്ത പക്ഷത്തിലെ പ്രഥമയാണ്. സാമ്പത്തികമായ ഇടപാടുകൾക്ക് അത്ര ഗുണമല്ല. 9-ാം തീയതി ഞായറാഴ്ച ഉണർന്ന നക്ഷത്രം വെളുത്ത പക്ഷത്തിലെ തൃതീയയാണ്. അതും ധനുരാശിക്കാർക്ക് പ്രായണ വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. ഉച്ചവരെയുള്ള സമയം. ഏതായാലും ഈ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ധനുരാശിക്കാർ ചെയ്യുക. സ്വതവേ വ്യാഴം പിഴച്ച ഒരു വർഷമാണ്. അതുകൊണ്ട് എപ്പോഴും വിഷ്ണുപ്രീതി ചെയ്യുന്നത് അങ്ങേയറ്റം ഉപകരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.